കൊച്ചി കലൂരിൽ മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പൈലിംഗിനെ തുടർന്ന് പൈപ്പ് പൊട്ടിയതിൽ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. ജല അതോറിറ്റി, KMRL അധികൃതരും ജനപ്രതിനിധികളും പങ്കെടുക്കും. തുടർച്ചയായ മൂന്നാം തവണയാണ് പൈലിംഗിനെ തുടർന്ന് കലൂർ ഭാഗത്ത് പൈപ്പ് പൊട്ടുന്നത്. പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങിയതിൽ പ്രദേശവാസികൾ KMRLനെതിരെ രംഗത്ത് വന്നു. അശാസ്ത്രീയമായ പൈലിംഗ് നടക്കുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. കലൂരിൽ നിന്ന് അനൽകാസ് ഇറക്കിയ റിപ്പോർട്ട് കാണാം. മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായി പൈലിംഗ് നടക്കുന്നതിനിടയിലാണ് ഇന്നലെ കലൂരിൽ കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എറണാകുളം കളക്ടറേറ്റിൽ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട്. യോഗത്തിനകത്ത് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ജല അതോറിറ്റി അധികൃതരും KMRL അധികൃതരും ഇന്ന് ഈ യോഗത്തിനകത്ത് പങ്കെടുക്കും. കുടിവെള്ളം മുടങ്ങിയ സ്ഥലങ്ങളിൽ KMRLന്റെ ചെലവിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കുമെന്ന് കളക്ടർ അറിയിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ തിങ്കളാഴ്ചത്തോടു കൂടിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്നും കളക്ടർ ഉറപ്പ് നൽകിയിരുന്നു. കളക്ടർ അത്തരത്തിലൊരു ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ പ്രതിഷേധക്കാരടക്കം അത്തരത്തിൽ പിരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ജല അതോറിറ്റി അധികൃതർ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ പ്രശ്നം പരിഹരിച്ച് പമ്പിംഗ് തുടങ്ങിയപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് വീണ്ടും ഈ പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തൊക്കെ തന്നെ ജല അതോറിറ്റിയുടെ പൈപ്പുകളെ തൊട്ടില്ല എന്ന മട്ടിലാണ് ഇവിടെയൊക്കെ തന്നെ ഈ പൈലിംഗ് ജോലികളൊക്കെ നടക്കുന്നത്. 60 വർഷത്തോളം പഴക്കമുള്ള ഈ കാസ്റ്റ് അയൺ പൈപ്പുകളും ആസ്ബറ്റോസ് സിമെൻറ്റ് പൈപ്പുകളുമാണ് ഇതിൻ്റെ അടിയിലൂടെയൊക്കെ തന്നെ പോകുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജലവകുപ്പ് അതോറിറ്റി കൃത്യമായ നിർദ്ദേശം മുന്നറിയിപ്പ് ഈ KMRL അധികൃതർക്ക് നൽകിയിരുന്നാൽ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പൈലിംഗ് പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്കിവിടെ നിന്ന് നാട്ടുകാരുടെ അടുത്തും ഒക്കെ നമുക്ക് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് 1-2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. ഒരു പൊട്ടൽ പൊട്ടിയാൽ 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ആ വെള്ളം വന്നത്. അവിടെ പൊട്ടിയത് വെള്ളിയാഴ്ച പൊട്ടിയതാ. അത് ശരിയാക്കിയത് ഇന്നലെയാണ്. ഇന്നലെ 4 മണിയോടുകൂടി ശരിയാക്കി 4 മണിക്ക് ഇവിടെ പൊട്ടിച്ച്. ഇങ്ങനെ ഇവർ ഈ മെട്രോ പണി കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ ജനങ്ങൾ വെള്ളം കുടിക്കും? ഇനി എന്ത് തുടർ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ തന്നെ ആ യോഗത്തിനകത്ത് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറ പേഴ്സൺ വിഷ്ണുവിനോടൊപ്പം അനൽകാസ്, ന്യൂസ് മലയാളം, കൊച്ചി.